അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പല സഹോദരിമാരും ചോദിച്ചൊരു സംശയമുണ്ട്. ഉസ്താദേ, കല്യാണം കഴിഞ്ഞപ്പോഴൊക്കെ ഭർത്താവിന് നല്ല സ്നേഹമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഈ റൊമാൻസ് ഒന്നും കാണുന്നില്ല, ലൈഫിൽ വലിയ സ്നേഹമൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഈ സ്നേഹം ഭർത്താവിന് വർദ്ധിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതിന് ദുആ ഉണ്ടോ? ഞങ്ങൾക്ക് അതിന് വല്ല ടെക്നിക്സും പറഞ്ഞു തരാമോ? പല ആളുകളും ചോദിക്കാറുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം ഭാര്യമാരുടെ സ്നേഹം യാഥാർത്ഥ്യമാണോ എന്ന് ഭർത്താക്കന്മാർക്ക് മനസ്സിലാക്കാനുള്ള 10 ടെക്നിക്സ്. അത് നേരെ തിരിച്ചു പറഞ്ഞാൽ ഭർത്താവിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാനുള്ള 10 ടെക്നിക്സ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് പറഞ്ഞു തരികയാണ്. സഹോദരിമാർ എന്നോട് ദേഷ്യം തോന്നരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ഭർത്താവിൻ്റെ സ്നേഹം സത്യമാണോ എന്ന് മനസ്സിലാക്കാനുള്ള 7 ടെക്നിക്സുകളാണ്. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ മനസ്സിലാക്കി നല്ലൊരു ലൈഫ് അള്ളാഹുവിൻ്റെ തൃപ്തിക്കനുസൃതമായി ജീവിക്കാൻ നമുക്കൊക്കെ റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുമായി ബന്ധപ്പെട്ടവരൊക്കെ റാഹത്തായിട്ട് ജീവിക്കട്ടെ, എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ 10 കാര്യങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ്. ഒന്നാമത്തേത്, എപ്പോഴും ചിരിച്ച മുഖത്തോടുകൂടെ ഭർത്താവിനെ അഭിസംബോധന ചെയ്യുക എന്നുള്ളതാണ്. ഭർത്താവ് ഒരു സ്ഥലത്തുനിന്ന് കയറി വരുമ്പോൾ നമ്മളിങ്ങനെ മുഖമൊക്കെ വീർപ്പിച്ചിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആ ജീവിതത്തിലൊരു സന്തോഷം ഉണ്ടാവില്ല. ആ ഭാര്യ യഥാർത്ഥത്തിൽ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യയാണെങ്കിൽ അവളെപ്പോഴും ഭർത്താവിനെ കാണുമ്പോൾ ചിരിച്ചു നിൽക്കും. കയറി വരുമ്പോൾ ഭാര്യയുടെ ഒരു പുഞ്ചിരി ഉണ്ടല്ലോ, അത്രയും നേരം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത ആ ജോലിയൊക്കെ, ആ വേദനയൊക്കെ അലിഞ്ഞു പോകും ആ ഒരൊറ്റ പുഞ്ചിരിയിൽ. എൻ്റെ പ്രിയപ്പെട്ടവളോട് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, നീ ഒന്ന് ചിരിച്ചാൽ മതി, എൻ്റെ ടെൻഷനൊക്കെ അപ്പം മാറും എന്നാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ റളിയല്ലാഹു അൻഹയും അങ്ങനെ ആയിരുന്നില്ലേ? മാഷാ അല്ലാഹ്. അല്ലാഹു തആല അങ്ങനെ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തേത്, കുറച്ചൊക്കെ റൊമാൻറ്റിക്കായി സംസാരിക്കലാണ്. ഭാര്യയ്ക്കും വേണം കുറച്ച് റൊമാൻസൊക്കെ. ഈ റൊമാൻസ് എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് കാണിക്കാനുള്ളൊരു സാധനം മാത്രമല്ല, തിരിച്ചും ഭർത്താവിനോടൊന്നിങ്ങനെ പറയണം. ഇങ്ങനെ ഇടയ്ക്ക് പോയിട്ട്, ഇക്കടെ മുഖം എന്ത് രസമാണ് കാണാൻ അല്ലേ, നിലാവ് ഉദിച്ച് നിൽക്കുന്നത് പോലെ. ആയിഷ ബീവി വല്ലാതെ ഇങ്ങനെ റൊമാൻറ്റിക് ആകുമായിരുന്നു പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ. നമ്മളതുപോലെ ആകണം. ഇടയ്ക്കൊക്കെ ഒന്ന് റൊമാൻസ് പ്രകടിപ്പിക്കണം ഭർത്താക്കന്മാരോട്. അതിപ്പോൾ എങ്ങനെ ഞാൻ അങ്ങോട്ട് ചെല്ലുക, അങ്ങനെ ഞാനങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് എന്ത് വിചാരിക്കും? അങ്ങനെയുള്ള ചിന്തയൊന്നും ഈ ലൈഫിൽ പാടില്ല എന്നുള്ളതാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എന്ത് മറയാണ്. അപ്പോൾ ഭാര്യ റൊമാൻറ്റിക് ആകുക എന്നുള്ളത് ഭാര്യയ്ക്ക് സ്നേഹമുണ്ട് എന്നതിൻ്റെ ഏറ്റവും നല്ലൊരു അടയാളമാണ്. അതൊരിക്കലും അഭിനയമാകരുത്, ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ് അത്തരം റൊമാൻസുകളൊക്കെ. എപ്പോഴും ഭർത്താക്കന്മാരാണ് പറയുന്നത് അല്ലേ, എന്തൊരു ഗ്ലാമറാണ് നിനക്ക്, തിരിച്ചൊന്ന് പറഞ്ഞു നോക്കി. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. മൂന്നാമത്തേത്, എപ്പോഴും ഭർത്താവിൻ്റെ സാമീപ്യം ആഗ്രഹിക്കുന്നവളാവുക. ഭർത്താവ് ജോലിക്ക് പോയാലും മനസ്സിലിങ്ങനെ കൊതിയാണ്, എൻ്റെ ഇക്ക ഒന്ന് വന്നിരുന്നെങ്കിൽ, ഇക്കോനൊന്ന് കയ്യിലേക്ക് കിട്ടിയിരുന്നെങ്കിൽ. ഓരോ നാട്ടിൽ ഓരോന്ന് വിളിക്കുക, കാക്കു, ഇക്കു, ഇക്കാക്ക, ഇക്ക, ഓരോ നാട്ടിൽ ഓരോരോ പേരുകളാണ്, വാട്ടെവർ എന്താകട്ടെ. അപ്പോൾ ഭാര്യ ആഗ്രഹിക്കുക, ഗൾഫിലാണെങ്കിൽ കഴിയുന്നത്ര വിളിക്കുക, മെസ്സേജ് അയക്കുക. ഇടങ്ങേറാക്കുന്നൊരു തോന്നലുണ്ടാകരുത്. കഴിയുന്നത് പോലെ ഭർത്താവിന് തോന്നണം അവളെന്നെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ തോന്നിപ്പിക്കാൻ വേണ്ടി അഭിനയിക്കുകയല്ല, മാനസികമായിട്ട് അങ്ങനെ വരണം. ഭർത്താവില്ലാത്ത സമയത്ത് വല്ലാത്തൊരു ലോൺലിനെസ് അതിങ്ങനെ ഫീൽ ചെയ്യുന്നൊരു ഭാര്യ ആയിരിക്കണം. മനസ്സിലാവുന്നു? അതിനർത്ഥം അവൾ ലോൺലിനെസ് അനുഭവിച്ച് അവളൊന്നും ചെയ്യാതെ സങ്കടപ്പെടുക, അങ്ങനെയല്ല. അവളെല്ലാത്തിലും ആക്റ്റീവായി ഓരോ കാര്യങ്ങൾ ചെയ്യണം. എന്നാലും ഭർത്താവിൻ്റെ സാമീപ്യം അതിങ്ങനെ വല്ലാതെ കൊതിക്കുന്നവളാവുക. അതാണ് മൂന്നാമത്തേത്. നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, ഭർത്താവിൻ്റെ കുടുംബക്കാരെ ബഹുമാനിക്കുക, അവരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഭർത്താവിൻ്റെ ഉമ്മ, കുറേ ആളുകളുടെ മുഖപ്പം തന്നെ ചുളിഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഭർത്താവിൻ്റെ ഉമ്മ, ഭർത്താവിൻ്റെ ബാപ്പ, ഭർത്താവിൻ്റെ സഹോദരങ്ങൾ, ഇവരായിട്ടൊക്കെ നല്ല ബന്ധം, സ്നേഹം. നിങ്ങൾ നോക്കിക്കോ, ഭർത്താവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് വേണമെങ്കിൽ ഭർത്താവിൻ്റെ ഉമ്മാനോട്, സഹോദരങ്ങളോടൊക്കെ നിങ്ങളൊന്ന് സ്നേഹത്തോടെ അപ്രോച്ച് ചെയ്ത് നോക്കിയേ. അത് ഭർത്താവ് പറഞ്ഞാൽ നിങ്ങളോട് ഭയങ്കര സ്നേഹമായിരിക്കും. ഒന്നത് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ? അതെപ്പോഴും അങ്ങനെ പാലിച്ചു പോവുക. അവർ ഭർത്താക്കന്മാരെപ്പോഴും നോക്കുന്നത് എന്താണെന്നറിയോ, അവരുടെ കുടുംബത്തോട് നിങ്ങൾ എങ്ങനെയാണ്, അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ കുടുംബത്തോടും അവർ റിയാക്ട് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഭർത്താവിൻ്റെ കുടുംബത്തെ റെസ്പെക്റ്റ് ചെയ്യുക, അവരെ സ്നേഹിക്കുക എന്നതാണ് നാലാമത്തേത്. അഞ്ചാമത്തെ കാര്യം, ഭർത്താവിനെ അനുസരിക്കുക. കുടുംബനാഥനാണല്ലോ ഭർത്താവ്, നീ കുടുംബനാഥയാണ്, ശരിയാണ്. പക്ഷേ രണ്ടുപേർക്കും
തുല്യനീതി ഉറപ്പാക്കേണ്ടതാണ്. അതൊക്കെ ശരിയാണെങ്കിൽ പോലും ഭർത്താവിന് ഒരു നാഥൻ്റെ, നിൻ്റെ പ്രൊട്ടക്ടറുടെ ഒരു സ്ഥാനം കൂടെയുണ്ട്. നിന്നെ സംരക്ഷിക്കേണ്ടത് ഭർത്താവാണ്. നിങ്ങൾക്ക് സ്വത്തുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് 5 പൈസ കുടുംബത്തിന് വേണ്ടി എടുക്കൽ നിർബന്ധമില്ല. എന്നാൽ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിർബന്ധമായും നോക്കേണ്ടത് ഭർത്താവാണ്. അപ്പോൾ അങ്ങനെ ഓടി നടക്കുന്ന ഭർത്താവ് എന്തു പറഞ്ഞാലും അനുസരിക്കണം. എന്തു പറഞ്ഞാലെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമുള്ളത് എന്തു പറഞ്ഞാലും, അള്ളാഹുക്കും റസൂലിന് ഇഷ്ടമല്ലാത്തത് പറഞ്ഞ് അനുസരിക്കണ്ട. അള്ളാഹുവിനും റസൂലിന് ഇഷ്ടമുള്ള, ദീന് വിലക്കാത്ത ഏത് കാര്യം പറഞ്ഞാലും ഭർത്താവിനെ അനുസരിക്കുന്നവളാകണം ഭാര്യ. ഇതാണ് 5-ാമത്തേത്. 6-ാമത്തെ കാര്യം, ശാരീരിക ബന്ധത്തിന് തടസ്സം നിൽക്കാതിരിക്കുക. ഒരു കാരണമില്ലാതെ ശാരീരിക ബന്ധത്തിന് തടസ്സമാകുന്ന ചില കാരണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ് പല വീഡിയോകളിലല്ലേ. എന്നാൽ ഒരു കാരണമില്ലാതെ ചിലപ്പോൾ നമുക്ക് താല്പര്യം വരുമ്പോൾ, രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ താല്പര്യം വരുമ്പോൾ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാറുണ്ട്. ഇത് ചിലപ്പോൾ ഭാര്യയ്ക്ക് താല്പര്യമില്ലാതിരിക്കുന്ന സമയം ഭർത്താവ് അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞാൽ, പ്രയാസങ്ങളൊന്നുമില്ലെങ്കിൽ, തടസ്സമില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഭർത്താവിനതിന് വഴങ്ങി കൊടുക്കുക. അല്ല, എന്തെങ്കിലുമൊക്കെ വേദനകൾ, പ്രയാസങ്ങളുണ്ടെങ്കിൽ ഭർത്താവിനോട് തുറന്ന് പറയുക സ്നേഹത്തോടെ. ഇപ്പം എനിക്കൊന്നും പറ്റൂല, അങ്ങനെയല്ല, സ്നേഹത്തോടെ അത് ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കുക. അതാണ് 6-ാമത്തേത്. 7-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ പോരായ്മകളെ എടുത്തു പറയുന്ന ആളാകാതിരിക്കുക എന്നുള്ളതാണ്. നാട്ടുകാരെ ആര് ചോദിച്ചാലും, എടേ എങ്ങനെയുണ്ട് കെട്ടിയോൻ, എൻ്റെ പൊന്നെ ഞാൻ പെട്ടുപോയി, എന്തിനാണ് എന്നെ ഈ ഇടങ്ങേറിൽ കൊണ്ടുവന്ന് ചാടിച്ചത്, അങ്ങനെയുള്ളൊരു സംസാരമൊന്നും ഒരിക്കലും ഭർത്താവിനെ കുറിച്ച് പറയാൻ പാടില്ല. ഭർത്താവ് നന്നാകണമെന്ന് ആഗ്രഹിച്ച് ആര് പറഞ്ഞാലാണോ ഭർത്താവ് നന്നാവുക അവരോട് നല്ല ഉദ്ദേശത്തിൽ പറയാം എന്നല്ലാതെ ഭർത്താവിനെങ്ങനെ ചെറുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരോട് മുഴുവൻ കുറ്റം പറഞ്ഞ് നടക്കുന്നവളായി ഒരിക്കലും മാറാൻ പാടില്ല. നല്ലത് മാത്രം പറയാം. ഇപ്പോൾ ഒരു പ്രശ്നം കാണുന്നത്, കല്യാണം കഴിഞ്ഞ് പോയാൽ ഉടൻ തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വൈഫ് ഹൗസിലേക്ക് വിളിച്ചു പറയും. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയുള്ള ഭാര്യമാരായി നിങ്ങൾ ഒരിക്കലും മാറാൻ പാടില്ല. അതുപോലെ തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടും പറയാം. അങ്ങനെയുള്ളൊരു സ്വഭാവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതെപ്പോഴാണ് നമ്മൾ ചിന്തിക്കാൻ പറയും, ഒരു 3-4 കൊല്ലമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, അന്നാ പറഞ്ഞത് വലിയ അബദ്ധമായിപ്പോയി, ഇന്നെനിക്കത് തിരിച്ച് പ്രശ്നമായിട്ട് വരികയാണല്ലോ എന്നാണ്. അപ്പോൾ കുറ്റങ്ങളും കുറവുകളും, അതായത് കുറ്റം തീരെ പറയരുത് എന്ന് പറഞ്ഞാൽ ഭർത്താവ് നന്നാകാൻ വേണ്ടി പറയരുത് എന്നല്ല. ചിലപ്പോൾ നമുക്ക് നമ്മുടെ വാപ്പാനോട് ചില കാര്യങ്ങൾ തുറന്ന് പറയേണ്ടി വരും. ഭർത്താവിൽ നിന്ന് എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന ആളാണെങ്കിൽ ഇതതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. ഭർത്താവിന് കുറവുകളൊക്കെ ഉണ്ടാവും, എല്ലാവരും മനുഷ്യരല്ലേ, ന്യൂനതയില്ലാത്ത മനുഷ്യരുണ്ടോ. ആ ന്യൂനതകളൊക്കെ ഭർത്താവിനെ ചെറുതാക്കാൻ വേണ്ടി നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞെടുക്കേണ്ട ഒരു സ്വഭാവം നമ്മിലുണ്ടാകാൻ പാടില്ല. ഓക്കെ, അതാണ് 7-ാമത്തേത്. 8-ാമത്തേത് ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവളാവുക എന്നുള്ളതാണ്. പ്രാർത്ഥന ഉണ്ടാകണം. പണ്ട് കാരണവന്മാർ പറയായിരുന്നു, വീട്ടിലിരിക്കുന്ന പെണ്ണ് അവളുടെ പ്രാർത്ഥനയാണ് നമ്മുടെയൊക്കെ വിജയം. ശരിയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളുടെ വിജയം. നിങ്ങളുടെ ദുആയില്ലെങ്കിൽ ഞങ്ങളാകെ തളർന്നു പോകും. നിങ്ങളുടെ ദുആയാണ് ഓരോ നിസ്കാരാനന്തരം, പഠിച്ചോനെ എൻ്റെ ഇക്കാക്ക് ബറക്കത്ത് ചെയ്യണയല്ല, എൻ്റെ ഇക്കാനെ കാക്കണയല്ല, എൻ്റെ മക്കളെ കാക്കണയല്ല എന്നൊക്കെ നിങ്ങൾ ദ്വാരക്കൂലേ, ആ ദുആയിന് വലിയ ഇമ്പോർട്ടൻസാണ്. നിങ്ങളുടെ ദുആയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നിനും പറ്റൂല, ഞങ്ങളാകെ തളർന്നു പോകും. ആ ദുആ എപ്പോഴും ഉണ്ടാക്കണം എന്നുള്ളതാണ്. 9-ാമത്തേത് ഇബാദത്തിൽ സഹായിക്കുന്നവളാവുക. ഭർത്താവ് സുബഹിക്ക് കിടന്നുറങ്ങാൻ, നിങ്ങൾ എണീച്ചു എന്ന് വെക്കുക, ഭർത്താവിനെ വിളിക്കണം. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വിളിക്കണം എന്ന് മാത്രമല്ല, എണീറ്റില്ലെങ്കിൽ അല്പം വെള്ളം കൊടുത്തിട്ടാണെങ്കിലും ഭർത്താവിന് എഴുന്നേൽപ്പിക്കൽ സുന്നത്താണ്. അത്രമേൽ അവരുടെ ആരാധനാ വിഷയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? തിരിച്ചും വേണം. ഇപ്പം നമ്മൾ ഭാര്യമാരുടെ വശം മാത്രമാണല്ലോ പറയുന്നത്. ഭർത്താവിൻ്റെ ഇബാദത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുക എന്നുള്ളതാണ്, അതിൽ സഹായിക്കുക. എൻ്റെ പൊന്നുസ്താദെ വെള്ളമൊക്കെ കൊണ്ടുപോയി ഒഴിച്ച് കഴിഞ്ഞാൽ അന്ന് തീരുമെന്നാണ്. ഇല്ല, അതൊക്കെ തോന്നലാണ്. വെള്ളം ഒഴിക്കാമെന്ന് പറഞ്ഞാൽ ആ ദേഷ്യത്തിൽ കൊണ്ടുപോയി ഒരു ബക്കറ്റ് എടുത്ത് അങ്ങോട്ട് കമത്തരുത്. എന്നിട്ട് റസാബ് വ്ളോഗ്സിൽ ഉസ്താദ് പറഞ്ഞില്ല വെള്ളം ഒഴിക്കാൻ എന്നൊന്നും പറഞ്ഞു കളയരുത് കേട്ടാ. വെള്ളം കൊണ്ടിങ്ങനെ ഒന്ന് തടവുക, വെള്ളം കയ്യിലടിച്ചിട്ട് മുഖത്തുനിന്ന് തടവിയിട്ടാണെങ്കിലും, അതായത് അങ്ങനെയാണെങ്കിൽ പോലും ഇബാദത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം സുബഹി നിസ്കരിക്കാതെ ഭർത്താവ് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ്. കുടുംബത്തിൽ പിന്നെ ഒരു ഐശ്വര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. 10-ാമത്തേത് എപ്പോഴും സാന്ത്വനിപ്പിക്കുന്ന ഭാര്യയാവുക. എന്തെങ്കിലുമൊക്കെ പ്രയാസമായിട്ട് ഭർത്താവ് കയറി വന്ന് നമ്മളോട് സങ്കടം പറയുമ്പോൾ, നിങ്ങളിപ്പോൾ എന്തിനാണ് പണിക്ക് പോയത്, നിങ്ങൾക്ക് വേറെ വല്ല പണിക്കും പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നവളാകരുത്. ഹിറാ ഗുഹയിൽ അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിങ്ങനെ പോയി അവിടെ ഭജനമിരുന്നു. ജിബ്രീലിനെ കണ്ട് വല്ലാതെ പേടിച്ച് വിറച്ചിട്ട് ഓടി വരുന്നുണ്ട് ഖദീജ ബീവിയുടെ അടുക്കലേക്ക്. സമ്മിലൂനി, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂട് ഖദീജ. അന്ന് ചേർത്ത് പിടിച്ചുണ്ടല്ലോ, ആര്? സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹ. എത്ര മഹത്തരമാണത്. ഇതുപോലെ ആയിത്തീരണം ഭാര്യമാരൊക്കെ, ഇതുപോലെ ആയിത്തീരണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പം നമ്മൾ ചിന്തിച്ചു, നമ്മുടെ കെട്ടിയന്മാരാണ് ഏതെങ്കിലും ഗുഹയിൽ പോയിരുന്നിട്ട് ഇങ്ങനെ വരേണി നമ്മളെന്ത് പറയും,
ഞാൻ അന്നേ പറഞ്ഞാണ് വേണ്ടാത്ത പണിക്ക് നിങ്ങളോട് പോകണ്ടെന്ന്. കണ്ട ഗുഹയിലും കണ്ട കാട്ടിലും മേട്ടിലും ഒക്കെ പോയി കയറിയിട്ട് മനുഷ്യനടങ്ങിയറ അങ്ങനെയൊന്നുമില്ല. എന്ത് പ്രയാസമൊക്കെ ആയിട്ട് എവിടെ നിന്ന് കയറി വന്നാലും ആ ചിരിച്ച മുഖത്തോടുകൂടെ ഒന്നുമില്ല, ഒക്കെ ശരിയാവുക, അള്ള കൂടെ ഉണ്ടാവും എന്ന് പറയുന്ന ഭാര്യമാരായി നോക്കിയേ. ആ ലൈഫ്, ഈ 10 കാര്യങ്ങൾ ഭാര്യമാരെ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ പൊന്നുപോലെ നോക്കും, പൊന്നുപോലെ. 100% ഷുവറാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയേ, ട്രൈ ചെയ്ത് നോക്കൂലേ? ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ എനിക്ക് ഇൻഷാല്ല കമൻറ്റ് ചെയ്യണം കേട്ടോ, ഞങ്ങൾ ചെയ്യും ഇൻഷാല്ല. ഇത് ലൈഫിലുള്ളവരും കമൻറ്റ് ചെയ്യണം ഇങ്ങനെയുണ്ട് എന്നുള്ളത് കേട്ടോ. ഭർത്താക്കന്മാർ പറയണം എൻ്റെ ഭാര്യമാർ ഇങ്ങനെ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ എന്ന്, അൽഹംദുലില്ലാ പറയണം. അള്ളാഹു അതൊക്കെ സ്വീകരിക്കട്ടെ. ഇനി ഇൻഷാല്ല ഭർത്താക്കന്മാരെങ്ങനെയാകണം അത് നമ്മൾ പറയണ്ടേ ഇൻഷാല്ല, അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യണം. നാമുമായി ബന്ധപ്പെട്ടവരിലേക്കൊക്കെ ഇത് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു വളരെ റൊമാൻറ്റിക്കായ, അള്ളാഹുവിന് ഇഷ്ടമുള്ള പുണ്യ റസൂലിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തുകൾ അനുധാവനം ചെയ്യുന്ന നല്ലൊരു ബന്ധം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.